Hi all, welcome back to Career Vein Updates. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ മേഖലയിലെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് എൽ പിയിലും യു പിയിലും അതായത് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി വിഭാഗങ്ങളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ ജോബ് സംബന്ധമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നിലവിൽ കഴിഞ്ഞ വീഡിയോയിൽ വിദ്യാർത്ഥികളുമായിട്ട് അതായത് പ്രധാനപ്പെട്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ലോവർ പ്രൈമറിയിലും അപ്പർ പ്രൈമറിയിലും നമ്മുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുവാനുള്ളത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പേര് മാറ്റിയതുപോലെ തന്നെ നിലവിൽ യു പി അതായത് അപ്പർ പ്രൈമറി വിഭാഗത്തിലും പേര് മാറ്റുവാൻ പോവുകയാണ്. അതായത് അപ്പർ പ്രൈമറി യു പി വിഭാഗം എന്നാൽ ശ്രദ്ധിക്കുക 5, 6, 7 ക്ലാസ്സുകളാണ്. എൽ പി വിഭാഗം എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ക്ലാസ്സുകളാണ്. അപ്പോൾ യു പി അപ്പർ പ്രൈമറി വിഭാഗത്തിൻ്റെ പേര് മാറ്റിയിട്ട് അതായത് പ്രൈമറി സ്കൂൾ എന്നായിട്ട് മാറ്റുകയാണ്. അതായത് പുതിയ റിപ്പോർട്ട് പാസ്സായി കഴിഞ്ഞാൽ അതായത് അപ്പർ പ്രൈമറി എന്നുള്ള പേര് മാറ്റിയിട്ട് ഇനി യു പി ലെവൽ പ്രൈമറി സ്കൂളെന്നും ഇനി ലോവർ പ്രൈമറി എൽ പി ലെവലിന് നിലവിലത്തെ സാഹചര്യത്തിൽ ലോവർ പ്രൈമറി സ്കൂൾ എന്നതിനാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന മാറ്റങ്ങൾ. അത് പേരിൻ്റെ ഘടന ഈ ഒരു രീതിയിലായിരിക്കും ഇനി വരിക. ഇനി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ എൽ പിയിലെയും യു പിയിലെയും ക്വാളിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ എൽ പി എസ് സിയും യു പി എസ് സിയും പി എസ് സി ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇനി ഫ്യൂച്ചറിൽ കാരണം പുതിയ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ഇനി ഫ്യൂച്ചറിൽ ഇനി അധ്യാപകരാകുവാൻ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പി എസ് സി എഴുതുന്നവർക്ക് എൽ പി എസ് സി ആയി കഴിഞ്ഞാൽ അതായത് ജസ്റ്റ് +2 അതേപോലെ തന്നെ ടി ടി സി അല്ലെങ്കിൽ അതായത് DLED എന്ന് പറയുന്ന ടി ടി സി കോഴ്സും കേട്ടറ്റ് 1 or 2 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ പി എസ് സി എൽ പി എസ് സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ എഴുതുവാൻ സാധിക്കുന്നത്. അതായത് നിലവിൽ അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31. ഇനി ആരെങ്കിലും ഇത്തരത്തിൽ എൽ പി എസ് സി യു പി എസ് സി പി എസ് സി പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഏത് ജില്ലയിലാണോ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് ആ ജില്ല കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ജില്ലയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജില്ലയോ നിങ്ങൾ കൊടുത്ത് അപേക്ഷ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ എൽ പി എസ് സിക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എൽ പി എസ് സി പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നത്. ഇനി യു പി എസ് സി എടുക്കുകയാണെങ്കിൽ യു പി ലെവൽ എടുക്കുകയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ +2 അതേപോലെ തന്നെ DLED പ്ലസ് കേട്ടറ്റ് 2 ശ്രദ്ധിക്കുക കേട്ടറ്റ് 2 ഉള്ളവർക്ക് ഈ പറയുന്ന യു പി എസ് സി അതായത് യു പി സ്കൂൾ ടീച്ചർ തസ്തികയിലോട്ടും അപേക്ഷ കൊടുക്കുവാൻ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതാണ്. ഇനി കൂടാതെ +2വിൻ്റെ കൂടെ DLED പ്ലസ് കേട്ടറ്റ് 1 ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കും യു പി എസ് സി പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നത്. ഇതാണ് നിലവിലത്തെ ഏറ്റവും ബേസ് ആയിട്ടുള്ള നോർമൽ ക്വാളിഫിക്കേഷൻ. ഇനി കൂടാതെ യു പി ലെവലിൽ ഡിഗ്രി പ്ലസ് BEd ഉള്ളവർക്കും അതായത് BEd കേട്ടറ്റ് 3 or 2 ഉള്ളവർക്കും ഈ പറയുന്ന നിലവിലത്തെ സാഹചര്യത്തിൽ പി എസ് സിക്ക് അപേക്ഷ കൊടുക്കുവാൻ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ. എന്നാൽ ഈ പ്രാവശ്യം പി എസ് സി പരീക്ഷ എഴുതുവാൻ സാധിക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. യു പി ലെവലാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള പുതിയൊരു ഈ ഒരു സിസ്റ്റം പാസ്സായി കഴിഞ്ഞാൽ യു പി ലെവലിൽ പൂർണ്ണമായിട്ട് BEdകാർക്ക് മാത്രം പഠിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു തസ്തികയായിട്ട് മാറുന്നതായിരിക്കും. അതായത് ഡിഗ്രി പ്ലസ് BEd എന്നുള്ള ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ട് യു പി ലെവലിൽ വരുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ഡിഗ്രിയും BEdും ഉള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ട് PG കൂടി ചെയ്യേണ്ടതാണ്. കാരണം യു പി ലെവലിൽ നിന്ന് നമുക്കൊരു പ്രൊമോഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഹൈസ്കൂൾ തലത്തിലൂടെ നമുക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളവർക്ക് നിർബന്ധമായിട്ടും PGയും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ പരമാവധി ഇനി എല്ലാ ടീച്ചിങ് മേഖല ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡിഗ്രിയും BEdും അതേപോലെ PG കൂടി നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതായത് ഡിഗ്രിയും BEdും ഉണ്ടെങ്കിൽ യു പി പഠിപ്പിക്കാമെങ്കിലും നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ കൂടി എടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തിന് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഓൾറെഡി നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് 2-3 വർഷം കൊണ്ട് PG ആണെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഡിഗ്രി ആണെങ്കിൽ തന്നെ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കൃത്യമായിട്ടുള്ള വളരെ നോർമലായിട്ടുള്ള വളരെ അത്രയും സിമ്പിളായിട്ടുള്ള സിലബസാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത് ഈ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സംശയമുണ്ട് ഞങ്ങൾക്ക് ഇതേ ക്വാളിഫിക്കേഷനുള്ളൂ, ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുകയാണ്, ഗവൺമെൻറ് തലങ്ങളിൽ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ ഞങ്ങൾക്കിനി പ്രയാസമുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയമുണ്ട്. നിലവിൽ സർവീസിലിരിക്കുന്നവർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നവുമില്ല. സർവീസിലിരിക്കുന്നവർക്ക് വിരമിക്കുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഉള്ളത് ആ എൽ പി ആണെങ്കിൽ എൽ പി, യു പി ആണെങ്കിൽ യു പി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഇനി അങ്ങോട്ട് ഡിഗ്രിയും PGയും ഉണ്ടായിരിക്കും.
ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യം ആമുഖമായിട്ട് നിങ്ങളോട് കൃത്യമായിട്ട് ഉണർത്തുകയാണ്. ഇനി അതോടൊപ്പം തന്നെ LP ലെവൽ ഇനി പൂർണ്ണമായിട്ട് മാറുകയാണ്. അതായത് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് DLED ഇനി വാല്യൂ കഴിയുകയാണെങ്കിൽ ഇനി പഠിച്ചുകൊണ്ട് കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ്. അതായത് നിലവിലത്തെ സിസ്റ്റം പ്രകാരം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് 2030 നമ്മുടെ ഈ ഒരു DLED കോഴ്സ് എന്ന് പറയുന്നത് DLED കോഴ്സ് എടുത്തു മാറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ DLED കോഴ്സ് എടുത്തു മാറ്റിയിട്ടില്ല നിലവിൽ. അപ്പോൾ 2030 എടുത്ത് മാറ്റുകയാണെങ്കിൽ മാത്രമാണ് LPയിലും അതേപോലെ B.Ed എന്നുള്ളൊരു കോഴ്സ് നിർബന്ധമായിട്ട് വരിക. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ 30 വരെ യാതൊരു പ്രശ്നവും പറയുന്നില്ല. അപ്പോൾ ഏത് വർഷം വരെയാണോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കോഴ്സിന് അംഗീകാരം നൽകിയിട്ടുള്ളത്, ആ വർഷത്തിനിടയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മതിയാവുന്നതായിരിക്കും. പക്ഷേ കേവലം ജസ്റ്റ് DLEDോ അല്ലെങ്കിൽ +2 DLED മാത്രം ആശ്രയിക്കാതെ DLED എടുത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഇനി അങ്ങോട്ട് ഡിഗ്രി കൂടി ക്വാളിഫിക്കേഷൻ എടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഉറപ്പെടുത്തുകയാണ്. കാരണം ഇനി അങ്ങോട്ട് ഇത്രയും കോമ്പറ്റീഷൻ വരുന്ന ഒരു മേഖല എന്ന രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ അത്രയും രീതിയിൽ ഇനി ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകർ അത്രയും മികച്ച രീതിയിലൊരു ക്വാളിഫിക്കേഷനുള്ള ഒരു അധ്യാപകരായി മാറണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനി ഇങ്ങോട്ടുള്ള സിസ്റ്റം ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ഡിഗ്രിയും PGയും അതേപോലെ തന്നെ B.Ed എടുക്കുവാൻ സാധിക്കുന്ന ഒരു B.Ed കൂടി പഠിക്കുവാനാണ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിലവിൽ LPS UPS എഴുതുന്നവർ യാതൊരു തരത്തിലും ഒരു ടെൻഷനും നിങ്ങൾക്കുണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുവർണ്ണ ഒരു അവസരമാണ്. കാരണം 2024 ഈ ഒരു PSC കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷേ 2028 29 അങ്ങനെയാണ് നമുക്കൊരു PSC പരീക്ഷ പ്രതീക്ഷിക്കുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ഏകദേശം മാറ്റങ്ങൾ വരാൻ പോകുന്നതിന് അടുത്ത് എത്തുന്ന സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സുവർണ്ണ അവസരമാണ്. അപ്പോൾ ഈ ഒരു 4 വർഷത്തിനിടയിൽ നിങ്ങൾക്കൊരു സർവീസിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള സുവർണ്ണ അവസരവുമായിട്ടാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള LPS UPS പരീക്ഷ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ DLED ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഈ പറയുന്ന 4 മാസം, കാരണം ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് പരീക്ഷ LPSയും UPSയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലയളവിൽ നിങ്ങൾ കൃത്യമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല നിങ്ങൾക്ക് സർവീസിലേക്ക് എത്തുവാൻ. തുടർന്ന് അങ്ങ് നിങ്ങൾക്ക് സർവീസിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് ഡിഗ്രിയും PGയും ഒക്കെ നിങ്ങൾക്ക് പഠിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പം നിലവിൽ സർവീസിൽ കയറാൻ ആഗ്രഹിക്കുന്നവർ യാതൊരു തരത്തിലും ചിന്തിച്ച് സമയം കളയരുത്. നിങ്ങൾ കൃത്യമായി പ്രിപ്പറേഷൻ നടത്തി LPS UPS പരീക്ഷ എഴുതുക. അതേപോലെ എന്നാൽ ഫ്യൂച്ചറിലോട്ട് ഇനി വരാൻ പോകുന്നവർ പരമാവധി ഡിഗ്രിയും PG കൂടി നിങ്ങൾ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അറിയിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇടാം. ഇറ്റ്സ് മീ സവാദ് അടിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.